വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഈശോയിൽ സ്നേഹമുള്ള ശാലോം പ്രേക്ഷകരെ, വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വചന ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ആത്മാവ് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ ശക്തമായി ഒരു അഭിഷേകമായി മാറുവാൻ, കൃപയാൽ നമ്മൾ ഓരോരുത്തരും നിറയുവാൻ നമുക്ക് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ശാന്തമായിരുന്നു കൊണ്ട് ഒരു നിമിഷം കണ്ണുകളടച്ച് കർത്താവായ ഈശോയെ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടട്ടെ, നിയന്ത്രിക്കപ്പെടട്ടെ. ഈ മണിക്കൂറിൽ പ്രഘോഷിക്കപ്പെടുന്ന തിരുവചനത്തിൻ്റെ അഭിഷേകം അനുഭവിച്ചറിയേണ്ടതിന് ഞങ്ങൾ തടസ്സമായിട്ടുള്ളതെല്ലാം അവിടുന്ന് മാറ്റണമേ. വചനം കേൾക്കുവാനുള്ളൊരു ശാന്തത ഞങ്ങൾക്ക് തരണമേ. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക എന്ന് വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്ന കർത്താവേ, വചനം കേൾക്കുവാനുള്ളൊരു ശാന്തത ഞങ്ങളുടെ ഈ കുടുംബത്തിൽ, അന്തരീക്ഷത്തിൽ അവിടെ തരണമേ. ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ചിന്തകളെയും വികാര വിചാരങ്ങളെയും അവിടുന്ന് വചനത്താൽ വിശുദ്ധീകരിക്കണമേ. സ്വർഗത്തിൻ്റെ ഒരു അഭിഷേകം ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിറയട്ടെ. ഞങ്ങളുടെ മനസ്സിലുള്ള നിയോഗങ്ങളിലേക്ക് സ്വർഗീയമായ ഇടപെടൽ ഉണ്ടാവട്ടെ. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും മധ്യസ്ഥതയാൽ ഞങ്ങളുടെ ഈ ഭവനം നിറയട്ടെ. ഈ വചനത്തിൻ്റെ അലയടികൾ ഉയർന്നു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ, ഈ ഭവനത്തിൽ പരിശുദ്ധാത്മാവെ, എല്ലാ തിന്മയുടെ അരൂപികളും നിർവീര്യമാകുവാൻ തക്കവിധമുള്ള ശക്തമായൊരു അഭിഷേകം വ്യാപരിപ്പിക്കണം. ലൗകികതയുടെ ചുറ്റുപാടുകളിൽ നിന്നകന്ന് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തെ ജീവിതത്തെ കാണുവാൻ, സ്വർഗം ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ പദ്ധതിയോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ വിലയിരുത്തുവാൻ പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യും. പരിശുദ്ധ അമ്മേ മാതാവെ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം
എന്നതാണ്. അപ്പോൾ സുഖം പ്രാപിക്കണമെങ്കിൽ അതിന് തക്കതായ ഒരു വിശ്വാസം വേണം. ബൈബിളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഒത്തിരിയേറെ വ്യക്തികളുടെ ജീവിതങ്ങളിൽ അവരൊക്കെ അനുഗ്രഹം പ്രാപിച്ചത് വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെയെല്ലാം ഈ അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കതായ വിശ്വാസം അവരിലുണ്ടായിരുന്നത് കൊണ്ടാണ്. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്ന ഒരു തിരുവചന ഭാഗം അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 8 മുതലുള്ള തിരുവചനങ്ങളിൽ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. പൗലോസ് അപ്പസ്തോലൻ വിവിധ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ചുകൊണ്ട് തൻ്റെ സുവിശേഷ യാത്ര മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം ലിസ്ത്ര എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഈ ലിസ്ത്രയിൽ കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവനുണ്ടായിരുന്നു. ജന്മനാ മുടന്തരായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ജന്മനാ മുടന്തൻ, ഒരിക്കൽ പോലും ജീവിതത്തിൽ നടക്കാൻ കഴിയാത്ത ഒരുവൻ, അവനൊരു പ്രതീക്ഷയില്ല ഇനി ജീവിതത്തിൽ നടക്കാൻ പറ്റുമെന്ന്. അങ്ങനെയുള്ള ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ലിസ്ത്രായിലെ മുടന്തനായ മനുഷ്യൻ, ജീവിതത്തിൽ ഒരിക്കൽ പോലും നടന്നിട്ടില്ലാത്ത മനുഷ്യൻ, ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിൽ അവനൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരത്ഭുത അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കാരണമായത് എന്തായിരിക്കും? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവൻ പൗലോസിൻ്റെ പ്രസംഗം കേട്ടു എന്നതാണ്. ഈ പ്രസംഗം കേട്ടപ്പോൾ എന്താ മാറ്റം ഉണ്ടായേ? നമ്മൾ എത്രയോ നാളായി പ്രസംഗങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ പ്രസംഗിക്കുന്നത് കേട്ടതുകൊണ്ട് അവനിൽ എന്തെങ്കിലും മാറ്റമുണ്ടായോ? അത് മനസ്സിലാക്കണമെങ്കിൽ ഈ പ്രസംഗിച്ചത് എന്തിനെക്കുറിച്ചാണ്? പൗലോസ് എന്തായിരിക്കും പ്രസംഗിച്ചിട്ടുണ്ടാവുക? പൗലോസിൻ്റെ പ്രസംഗം യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ക്രൂശിക്കപ്പെട്ടവനും ഉത്ഥാനം ചെയ്ത് ഇന്നും ജീവിക്കുന്നവനുമായ യേശുവിൻ്റെ ശക്തിയെക്കുറിച്ച് പൗലോസ് പ്രസംഗിച്ചപ്പോൾ ഈ പ്രസംഗത്തിൽ നിന്ന്, ആ വാക്കുകളിൽ നിന്ന് ഇവനിലുണ്ടായൊരു മാറ്റമുണ്ട്. അതാണ് പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ പൗലോസിന് വ്യക്തമായത്. എന്തായിരുന്നു? സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനിലുണ്ട് എന്ന് പൗലോസിന് കാണാൻ പറ്റി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ സുഖം പ്രാപിക്കാനുള്ള ആ തക്ക വിശ്വാസം അവനിലുണ്ടായത് എങ്ങനെയാണ്? അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം തിരുവചനം. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന്. ഇനി എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല? അതിൻ്റെ കാരണം, അപസ്മാര രോഗിയായ മകനുമായി വന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഇതായിരുന്ന പ്രാർത്ഥന: കർത്താവേ, എൻ്റെ വിശ്വാസക്കുറവ് പരിഹരിക്കണമേ, എൻ്റെ വിശ്വാസക്കുറവ് പരിഹരിക്കണം. അപ്പോൾ വിശ്വാസം കേൾവിയിൽ നിന്നാണ് എങ്കിൽ, കേൾവിയില്ലാത്തതാണ് വിശ്വാസം വർദ്ധിക്കാതെ പോകുന്നതിൻ്റെ കാരണം. എന്താ കേൾക്കേണ്ടത്? ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് കേൾക്കണം. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ലോകത്തിൽ ഒത്തിരി വാർത്തകൾ, വീടുകളിലാണെങ്കിൽ ടി വിയും മൊബൈലും കമ്പ്യൂട്ടറും എല്ലാം എപ്പോഴും നമ്മളെ പലതും കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ക്രിസ്തുവിനെക്കുറിച്ചുള്ള, ക്രിസ്തുവിൻ്റെ വചനത്തെക്കുറിച്ചുള്ള കേൾവിയാണ്. ഇതാണ് നടക്കേണ്ടത്. അപ്പോൾ ഈ കേൾവിയിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു? കേൾവിയിൽ നിന്ന് വിശ്വാസം വർദ്ധിക്കുന്നു. ഈ കേൾവി ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗം ഉണ്ടാവണം.
നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് കുടുംബങ്ങളിൽ കേൾക്കുന്നത് എന്താ? ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുന്നുണ്ടോ? വചനത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ടോ? നിയമാവർത്തന പുസ്തകത്തിൽ ദൈവമായ കർത്താവ് മോശ വഴി നൽകിയ കൽപ്പനകൾ പ്രതിപാദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ ഞാനിന്ന് നൽകുന്ന ഈ വചനങ്ങൾ എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ നിൻ്റെ മക്കളെ പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ വളർത്തുവാൻ തക്ക വിധം വചനം പഠിപ്പിക്കുന്നുണ്ടോ? ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞ്, അവന് കേൾവിശക്തിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം 7 മക്കളുള്ള ഒരു കുടുംബത്തിലെ മൂത്ത മകൻ 7ാമത്തെ വയസ്സിൽ അവൻ ബൈബിൾ മുഴുവൻ വായിച്ചു എന്ന് അവൻ്റെ അപ്പനും അമ്മയും സാക്ഷ്യപ്പെടുത്തി. എന്തായിരുന്നു അതിൻ്റെ കാരണം? അവന് ബൈബിൾ വായിക്കാനുള്ള ഈ താല്പര്യം വർദ്ധമാനമാകാനുള്ള കാരണം എന്താണ് എന്ന് അപ്പനും അമ്മയും പറയുകയായിരുന്നു. അവരുടെ ആദ്യത്തെ മകനാണ്, മൂത്ത മകൻ. അവനെ പ്രഗ്നൻ്റായ ആ കാലഘട്ടത്തിൽ അമ്മ സമ്പൂർണ്ണ ബൈബിളും മുഴുവൻ വായിച്ചു തീർത്ത കാലഘട്ടമാണ്. പ്രഗ്നൻസി ടൈമിൽ സമ്പൂർണ്ണ ബൈബിൾ മുഴുവൻ വായിച്ച് അമ്മ വായിച്ച വചനം ഈ കുഞ്ഞ് കേട്ടപ്പോൾ അത് അവനിൽ വചനത്തെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച് വിശ്വാസമായി മാറി. അവൻ 7ാം വയസ്സിൽ അവനെ വായിക്കാൻ പഠിച്ചപ്പോൾ അവൻ ആദ്യം വായിച്ചു തീർത്ത പുസ്തകം അവൻ ആദ്യം കേട്ട പുസ്തകമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്നവനെ കണ്ട് ഹൈസ്കൂൾ ക്ലാസ്സിലെത്തി നിൽക്കുകയാണ്. നന്നായിട്ട് പഠിക്കുന്നു, നല്ല സ്വഭാവത്തിൽ ബാക്കി ഇളയ 6 മക്കളെയും പരിപാലിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന മകനായിട്ടുള്ളത്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. വിശ്വാസത്തിൽ വളരണമെങ്കിൽ വിശ്വാസത്തെക്കുറിച്ചുള്ള കേൾവി ഉണ്ടാവണം. ഇന്ന് പല മാതാപിതാക്കളും മക്കളെ ഓർത്ത് വളരെ ഉത്കണ്ഠാകുലരാണ്. പ്രത്യേകിച്ച് കൗമാര കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ ദേവാലയത്തിൽ നിന്ന് അകലുന്നു, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു, തെറ്റായ സ്വഭാവ വൈകൃതങ്ങളിലേക്ക് മാറിപ്പോകുന്നു. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? കേൾക്കേണ്ടത് കേൾക്കുന്നില്ല, ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കാൻ കഴിയുന്നില്ല. ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ എന്നും അവർ ശക്തി സംഭരിക്കേണ്ടത് അങ്ങ് കാൽവരിയിൽ അർപ്പിച്ചതും അൽത്താരിൽ അനുദിനം അർപ്പിക്കപ്പെടുന്നതുമായ വിശുദ്ധ ബലിയിൽ നിന്നാണ്. അവർ ശക്തി സംഭരിക്കട്ടെ. അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ അവർ അങ്ങയുടെ പക്കലേക്ക് ഓടിയെത്തട്ടെ. അനുയോജ്യമായ ജീവിതാന്തത്തിൽ പ്രവേശിക്കാൻ പ്രായമാകുമ്പോൾ അവർ അങ്ങയുടെ അടുക്കൽ തന്നെ വരട്ടെ. ഇത് ആ സമയത്തൊരു പ്രാർത്ഥന സമർപ്പണം ആരെങ്കിലും മാതാപിതാക്കൾ ഒരാൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി ചൊല്ലി തീർക്കുന്നതിനപ്പുറത്തേക്ക് ഈ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുവാൻ തക്ക വിധത്തിൽ ഇവരുടെ ജീവിതത്തിൽ യേശുവിനെക്കുറിച്ച് അവർ കേൾക്കുന്നുണ്ടോ? കേൾക്കുക എന്നതിനേക്കാൾ ഉപരിയായി കേൾക്കുന്നത് ജീവിക്കുന്ന ഒരു അനുഭവം അവർക്ക് കുടുംബത്തിൽ കിട്ടുന്നുണ്ടോ? ആത്മാർത്ഥമായി നമ്മൾ ആത്മശോധന ചെയ്യണം. ലിസ്ത്രായിലെ മുടന്തനായ മനുഷ്യന് പൗലോസിൻ്റെ അധരങ്ങളിലൂടെ യേശുക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കാനിട വന്നപ്പോൾ അവൻ്റെ ഉള്ളിൽ വിശ്വാസം വർദ്ധിച്ചു. ആ വിശ്വാസം അവന് സുഖം പ്രാപിക്കുവാൻ തക്കവിധമുള്ള ശക്തമായൊരു വിശ്വാസമായി പൗലോസിന് ബോധ്യപ്പെട്ടു. അവിടെയാണ് പൗലോസ് അവൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത്. എന്താ പൗലോസ് പറഞ്ഞത്? സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസമുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. ഇന്ന് എന്തുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കാൻ പറ്റുന്നില്ല? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വരുന്ന തലമുറ പലപ്പോഴും വീണ് പോവുകയാണ്. പാപത്തിൽ വീണ്, പ്രത്യേകിച്ച് ലൈംഗിക മ്ലേച്ഛതകൾക്ക്, പ്രോണോഗ്രഫിക്കായിട്ടുള്ള വീഡിയോകൾക്കൊക്കെ അടിമപ്പെട്ട മക്കളാണെന്ന് കൂടുതലും. അവർ മുടന്തരായി നടന്നു പോവുകയാണ്. മദ്യപാനത്തിൻ്റെ, കഞ്ചാവിൻ്റെ, മറ്റ് ലഹരി വസ്തുക്കളുടെയൊക്കെ അടിമത്തത്തിൽ മുടന്തന്മാരായി മാറുന്നൊരു തലമുറ വളരുകയാണ്. ചാടി എഴുന്നേൽക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം എന്താ? അവർ യേശുക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുന്നില്ല, അറിയുന്നില്ല, കേട്ടാൽ തന്നെ കേട്ടതായി നടിക്കുന്നില്ല. അവനെ ചാടി എഴുന്നേൽപ്പിച്ച് നിർത്തുവാൻ അവന് ശക്തി കൊടുക്കുന്ന നസ്രായനും ക്രൂശിതനും ഇന്നും ജീവിക്കുന്നവനുമായി യേശുക്രിസ്തുവിൽ അവൻ വിശ്വാസമുള്ളവളായി മാറണം. യുവത്വത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിയാനുള്ള വേദി ഒരുക്കപ്പെടണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ദൈവത്തിൻ്റെ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ പ്രകടമാകണമെങ്കിൽ എൻ്റെ വിശ്വാസം വർദ്ധിക്കേണ്ടതുണ്ട് എന്ന സത്യം തിരിച്ചറിയാൻ ഇന്ന് നമുക്ക് കഴിയണം. രക്തസ്രാവക്കാരിയുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതകരമായി ഇടപെട്ടില്ലേ? അവൾ 12 വർഷമായി രക്തസ്രാവം ബാധിച്ചവളായിരുന്നു. പല വൈദ്യന്മാരുടെ അടുക്കൽ പോയി ചികിത്സകൾ നടത്തി. പക്ഷെ ഒരു പ്രയോജനവും അവൾ അനുഭവിച്ചില്ല. പക്ഷേ അവളോട് ആരോ യേശുവിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവൾ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു. അപ്പോൾ ആ കേൾവിയുടെ വെളിച്ചത്തിൽ അവൾ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു, ഞാൻ ഈ കേട്ടത് സത്യമാണെങ്കിൽ, യേശു ഇങ്ങനെയുള്ള ഒരാളാണ് എങ്കിൽ ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് തൊടാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയാൽ മതി, ഞാൻ സുഖപ്രാപിച്ചുകൊള്ളും. അവളിൽ എന്തുണ്ടായി? വിശ്വാസമുണ്ടായി. സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവളിലുണ്ടായി. അവൾ വന്ന് തൊട്ടപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ശക്തിയാൽ യേശുവിൻ്റെ ശക്തി അവളിലേക്ക് ഒഴുകി. യേശുവിൻ്റെ ശക്തി ഒഴുകണമെങ്കിൽ വിശ്വാസത്തിൻ്റെ ശക്തി വേണം. വിശ്വാസമില്ലാത്തിടത്ത് യേശുവിന് പ്രവർത്തിക്കാൻ കഴിയില്ല. യേശു അവളോട് പറഞ്ഞ വാക്യം അതാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മളൊക്കെ സാധാരണ ധ്യാന കേന്ദ്രങ്ങളിൽ, കൺവെൻഷനുകളിലൊക്കെ പോകുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ ആളുകൾ സാക്ഷ്യപ്പെടുത്താറുണ്ട്. എന്താണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? യേശുവിനെക്കുറിച്ച് അവർ കേൾക്കുമ്പോൾ, യേശുവിൽ വിശ്വസിക്കുമ്പോൾ, ആ വിശ്വാസ വളർച്ച മൂലം സുഖം പ്രാപിക്കാൻ തക്ക വിധത്തിലുള്ളൊരു വിശ്വാസത്തിലേക്ക് അവർ വളരുന്നത് മൂലം അവർക്ക് ആ സൗഖ്യം ലഭിക്കുന്നു. വിശ്വാസമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. യേശു എവിടെയും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവൻ പറഞ്ഞു, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. പക്ഷെ ആ യേശുവിൻ്റെ പ്രവൃത്തി പ്രകടമാകണമെങ്കിൽ അത് പ്രകടമാകാൻ തക്കവിധമുള്ള ഒരു വിശ്വാസം വേണം. നമുക്കറിയാം, ഈ അന്തരീക്ഷത്തിൽ റേഡിയോ നിലയത്തിൽ നിന്നുള്ള ശബ്ദ തരംഗങ്ങളുണ്ട്. പക്ഷെ ആ റേഡിയോ നിലയത്തിൽ നിന്നുള്ള ശബ്ദ തരംഗങ്ങൾ നമ്മുടെ റേഡിയോയിൽ നമുക്ക് ശബ്ദമായി അനുഭവപ്പെടണമെങ്കിൽ ഫൈൻ ട്യൂണിങ് നടക്കണം. അതിൻ്റെ ഫ്രീക്വൻസി, റേഡിയോ നിലയത്തിൽ നിന്ന് വരുന്ന ശബ്ദതരംഗത്തിൻ്റെ ഫ്രീക്വൻസിക്ക് അനുയോജ്യമായി നമ്മുടെ റേഡിയോ നമ്മൾ ട്യൂൺ ചെയ്യണം. ഇതുപോലെ യേശു ക്രിസ്തുവിൽ നിന്ന് ഒഴുകുന്ന അത്ഭുതകരമായ ശക്തി സ്വീകരിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ട്യൂൺ ചെയ്യണം. എങ്കിലേ അത്ഭുത ശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയൂ. ഇപ്പം നിങ്ങളെല്ലാവരും ഇപ്പോൾ ശാലോം ടെലിവിഷനിലൂടെ വചനാഗ്നി പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കെപ്പോഴാണ് ഈ ശാലോം ടെലിവിഷൻ നിങ്ങൾക്ക് ദൃശ്യമായത്? നിങ്ങളുടെ ടി വിയിൽ നിങ്ങളുടെ കയ്യിലുള്ള റിമോട്ട് ഉപയോഗിച്ച് ശാലോം ടെലിവിഷനിൻ്റെ ചാനലിൻ്റെ നമ്പറിൽ നിങ്ങളുടെ ടി വി ക്രമീകരിച്ച് വെച്ചപ്പോഴാണ്. നിങ്ങൾ മറ്റൊരു ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശാലോമിൻ്റെ ഈ തരംഗങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. കാരണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റിമോട്ട് വെച്ച് ഈ ശാലോം ടെലിവിഷനിലെ പ്രോഗ്രാം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ടി വി ക്രമീകരിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിൽ ഇന്നും മുടന്തും അന്ധതയും വേദനയും രോഗങ്ങളും നിന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ നീ ഓർക്കണം, ട്യൂണിങ് നടക്കേണ്ടത് നിൻ്റെ ജീവിതത്തിലാണ്. നിൻ്റെ കയ്യിലിരിക്കുന്ന നിൻ്റെ ജീവിതത്തിൻ്റെ റിമോട്ട് നീ എടുക്കണം. എന്നിട്ട് നിൻ്റെ വിശ്വാസം യേശു ക്രിസ്തുവിൻ്റെ ശക്തിയോളം ചേർക്കണം. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ ദൈവത്തിൻ്റെ ചിന്തകളും വഴികളും നമ്മളുടേതിനേക്കാൾ ഉന്നതമത്രേ. ദൈവത്തിൻ്റെ ചിന്തയിലേക്ക് നിൻ്റെ ജീവിതാവസ്ഥയുടെ ചിന്ത ഉയർത്തിപ്പിടിക്കണം. എന്നിട്ട് കണ്ടുപിടിക്കണം, എന്തിനു വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വേദന അനുഭവിക്കുന്നത്? അത്യുന്നതൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണം എന്ന് ഞാൻ പറഞ്ഞു. 77-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ തിരുവചനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തത് കൊണ്ടല്ലേ ഞാൻ ദുഃഖിക്കുന്നത്? അത് പ്രകടമാകാത്തതിൻ്റെ കാരണം എന്താ? അത് പ്രകടമാകാൻ തക്കവെന്നുള്ള വിശ്വാസം എനിക്കില്ല എന്നുള്ളത് തന്നെ. ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവനിൽ പ്രകടമാകേണ്ടതിനാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകണമെങ്കിൽ അവനിൽ വിശ്വാസം ഉണ്ടാവണം. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം.
നമ്മൾ എത്രയോ നാളുകളായി യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നു. യേശുക്രിസ്തു ഇന്നും നമ്മുടെ കൂടെയുള്ളവനാണെന്നും അവനറിയാതെ, അവൻ അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള സത്യം നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ, ഏറ്റുപറയുന്നുണ്ടോ? യേശുവിനെ വ്യക്തിപരമായി കൂടെ അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങെങ്ങോ ദൂരത്തിരിക്കുന്ന ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഇന്നും പ്രാർത്ഥിക്കുന്നത്. ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ സ്വർഗത്തിൻ്റെ നാഥൻ, ഭൂമിക്കധിപൻ, അവൻ എൻ്റെ ഹൃദയത്തിൽ അധിപനായി വന്നിരിക്കുന്നു എന്ന സത്യം ഞാൻ ഏറ്റുപറയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടോ? അവൻ്റെ ജീവിതത്തിലേക്ക്, അവൻ്റെ ഇഷ്ടത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാൻ കഴിയുന്നുണ്ടോ? ഓരോ തവണയും വിശുദ്ധ ഗ്രന്ഥം കൈകളിലെടുക്കുമ്പോൾ, അത് തുറന്ന് വായിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്നു എന്ന ബോധ്യത്തോടെ ആ വചനത്തിന് മുമ്പിൽ കാതോർക്കുവാൻ കഴിയുന്നുണ്ടോ? ആ വചനം അനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ആത്മാർത്ഥമായിട്ട് നമ്മൾ ആത്മശോധന ചെയ്യണം. ഓരോ കൂദാശകൾക്കുമായി ദേവാലയങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ കൂദാശകളിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് അത് പരികർമ്മം ചെയ്യുന്ന കാർമ്മികൻ യേശുക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണെന്ന സത്യം നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ? 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്തെല്ലാം ഞാനും ഉണ്ടായിരിക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ കൂട്ടായ്മയിൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരുമിക്കുന്നു, അവിടെയെല്ലാം ഈശോ ഉണ്ട് എന്ന ബോധ്യത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? കുടുംബ പ്രാർത്ഥനയ്ക്കായി സായാഹ്നങ്ങളിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് കൂടുന്നിടത്തവരുടെ കൂടെ ഈശോയുണ്ടെന്ന സത്യം തിരിച്ചറിയുന്ന ഒരു കുടുംബത്തിലും പിന്നെ കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് ആളുകൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ക്ഷമക്കുണ്ടോ ഈ ബോധ്യമുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലേക്ക് പഠിക്കാനും ജോലിക്കായിട്ടൊക്കെ പോകുന്ന നമ്മുടെ മക്കൾ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങില്ലേ? എന്തു പറ്റി? നമ്മൾക്ക് കേൾവിയില്ലാഞ്ഞിട്ടാണോ? കേൾക്കുന്നില്ലേ? പ്രസംഗമില്ലാഞ്ഞിട്ടാണോ? പ്രസംഗിക്കുന്നില്ലേ? പക്ഷേ പ്രസംഗിക്കുന്നതിനനുസരിച്ചും കേൾക്കുന്നതിനനുസരിച്ചും വിശ്വാസം നമുക്ക് വർദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നത് അനുഭവിക്കാൻ നമുക്ക് കഴിയാതെ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ഈ ദിവസം നമുക്ക് ചിന്തിക്കാം. എൻ്റെ നീറുന്ന പല പ്രശ്നങ്ങളും ഇന്നും നീറലായി അവശേഷിക്കുന്നതിൻ്റെ കാരണം ഞാൻ യേശുവിനെക്കുറിച്ച് കേൾക്കാൻ തയ്യാറാകുന്നില്ല, വചനത്തെ സ്നേഹിക്കാൻ തയ്യാറാവുന്നില്ല, യേശു ഇന്നും ജീവിക്കുന്നവനാണെന്നുള്ള സത്യം അംഗീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ലിസ്ത്രായിലെ മുടന്തിന് കിട്ടിയ ഭാഗ്യം എനിക്ക് കിട്ടുന്നില്ല. അവന് കിട്ടിയ ഭാഗ്യം എന്താ? പൗലോസ് യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചത് അവന് കേട്ടു. യേശുവിനെക്കുറിച്ച് അവൻ കേട്ടപ്പോൾ യേശു അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു. ആ യേശുവിൽ അവൻ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ ആ വിശ്വാസം സുഖം പ്രാപിക്കാൻ തക്കവിധം അവനിൽ ഒരഭിഷേകമായി മാറി. അപ്പോൾ പൗലോസ് പറഞ്ഞു, ചാടി എഴുന്നേൽക്കാൻ. ഒരുപക്ഷെ വചനം പ്രഘോഷിക്കാതെ വെറുതെ നടക്കുന്നൊരു മുടന്തനോട് പൗലോസ് പറഞ്ഞിരുന്നെങ്കിൽ അത് സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. ഇവിടെയാണ് വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്നുമാണ്. എൻ്റെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ഞാൻ ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കണം. കേൾക്കാൻ കിട്ടുന്നൊരവസരവും പാഴാക്കരുത്. അത് പാഴാക്കാതെ ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിൽ പ്രകടമാകും. അതിനുവേണ്ട അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ ഞങ്ങളെ ക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുവാൻ താല്പര്യമുള്ളവരാക്കി മാറ്റണമേ. രക്തസ്രാവക്കാരി യേശുവിനെക്കുറിച്ച് കേട്ടു,
കേട്ടതിൻ്റെ വെളിച്ചത്തിൽ അവൾ വിശ്വസിച്ചു. ലിസ്ത്രായിലെ മുടന്തൻ യേശുവിനെ കുറിച്ച് കേട്ടു. കേൾക്കുക മാത്രമല്ല, അത് കേട്ടതവൻ വിശ്വസിച്ചു. അത് സൗഖ്യം പ്രാപിക്കാൻ തക്കവിധമുള്ള വിശ്വാസമായി അത് മാറി. അവന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ദൈവത്തിന്റെ ഇടപെടലുകൾ നടന്നു. അനുഗ്രഹങ്ങൾ അവൻ പ്രാപിച്ചു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ തടസ്സം ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കാത്തതാണ്. കർത്താവേ, നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം ഈ മക്കളിലേക്കെല്ലാം വ്യാപരിക്കട്ടെ. കർത്താവേ, നിന്റെ ശക്തി മഹത്വം ഏറ്റുപറയുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. യേശു ക്രിസ്തു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുവാൻ. ദൈവം അവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചു. അവൻ ഇന്നും ജീവിക്കുന്നു. പരിശുദ്ധ കുർബാനയിലും വിശുദ്ധ വചനത്തിലും തിരുസഭയിലും കൂദാശകളിലും യേശുവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യമുണ്ട് എന്ന് ഏറ്റുപറയുവാൻ, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരും അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. ദൈവകൃപയാൽ ഞങ്ങൾ ജ്വലിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയവും ഭൗതികവുമായ എല്ലാ നന്മകളും ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, തലമുറകളിലേക്ക് യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിവ ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി